ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നിന്ന് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് കർത്താവിനെ നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്താം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം മുതൽ പഠിക്കുമ്പോൾ മഹോദരമുള്ള ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നതാണ്. ഒരാഴ്ചയിലെയും സിനഗോഗിലെ ആരാധനയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു ഭവനത്തിൽ യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിക്കുക പതിവായിരുന്നു. ഇവിടെ ഒരു പരീക്ഷ പ്രമാണി തന്റെ വീട്ടിൽ യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ഇതിനു മുൻപ് പല പ്രാവശ്യവും പല സാഹചര്യങ്ങളിലും പലരെയും കർത്താവ് സൗഖ്യപ്പെടുത്തി അവരുടെ ശബത്തിന്റെ സമ്പ്രദായങ്ങൾ ലംഘിച്ചിരുന്നു. അവിടെയൊന്നും ശബത്ത് ലംഘനത്തിന്റെ സമ്പ്രദായത്തിന്റെ പേരില് യേശുവിനെ കൊടുക്കുവാൻ സാധിച്ചില്ല. ഇവിടെ യേശുവിനെ കൊടുക്കുവാനുള്ള ഒരു ഇരയായി മഹോദരം ബാധിച്ച് വളരെ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കൂടി ഈ പരീക്ഷ പ്രമാണിയുടെ വീട്ടിലേക്ക് അവർ ക്ഷണിച്ചിരുന്നു. 2-ാം വാക്യം പറയുന്നത്, മഹോദരമുള്ളൊരു മനുഷ്യൻ അവന് മുൻപിൽ, അതായത് യേശുവിന് മുൻപിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ഈ വ്യക്തി തൻ്റെ ഇഷ്ടം കൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ ആയത് അല്ലെങ്കിൽ ഇരുന്നതാവാൻ സാധ്യതയില്ല. മറ്റുള്ളവർ അദ്ദേഹത്തെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ട് ഇരുത്തി. എന്തിന്? അതിനൊരു ഉത്തരമേ ഉള്ളൂ. ഒരു മനുഷ്യന്റെ കഷ്ടതയ്ക്ക് മുമ്പിൽ യാതൊന്നും പ്രവർത്തിക്കാതെ യേശു അവിടെ നിന്നും പോകില്ല എന്ന് യേശുവിനെ കൊടുക്കുവാൻ പദ്ധതിയിട്ട അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും കാരണത്താൽ നീ ഇന്ന് വേദന അനുഭവിക്കുന്നവരാണോ? സങ്കടപ്പെടുന്നവരാണോ? കഷ്ടതയിലൂടെയാണ് യാത്ര? യേശുവിൻ്റെ മുമ്പിൽ ഒന്ന് വാ. യേശുവിൻ്റെ മുമ്പിൽ ഒന്ന് നിൽക്ക്. യേശു നിന്നെ കണ്ടു കഴിഞ്ഞാൽ ആമേൻ, നിശ്ചയം നിന്റെ വേദന മാറും, നിന്റെ സങ്കടം മാറും, നിന്റെ കഷ്ടത മാറും. ആമേൻ. കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.